കഴിഞ്ഞ എപ്പിസോഡിൽ ലവ് അലാറം ആപ്പ് കാരണം കുറെ പേര് മരിച്ചുപോയെന്ന് നമ്മൾ അറിഞ്ഞായിരുന്നു. അങ്ങനെ അതിന്റെ കാരണം അവരാരും സ്നേഹിക്കാത്തതുകൊണ്ടാ. കാരണം ഈ ആപ്പ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും ഇവരാരെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ലവ് അലാറം അടിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് സൂസൈഡ് ചെയ്ത് മരിച്ചു പോകുമ്പോഴാണ് ഇതൊരു വമ്പ ന്യൂസ് ആയിട്ട് അങ്ങ് മാറും. അതേസമയം ഇതെല്ലാം ഹേയിങ് കണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് സുൻഹയാണ് TV ഓഫ് ചെയ്തിട്ട് വെറുതെ അത് കണ്ട് ഇവന്റെ മൂഡ് കളയണ്ടെന്ന് പറയും. അതിനെ ശിവല ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സുൻഹോയുടെ അച്ഛനമ്മയും കൂടെയാണ് ഈ കാലത്ത് പിള്ളേരൊക്കെ ലവ് അലാറം അടിച്ചില്ലെന്ന് പറഞ്ഞ് സൂസൈഡ് ചെയ്ത് മരിക്കുമെന്ന് പറഞ്ഞ് അവര് കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഏതൊരു സുൻഹുൻ ദേഷ്യത്തി നിങ്ങൾ ആക്കിയ രീതിയിൽ അവരെ കുറിച്ച് ഇങ്ങനെ പറയാ വച്ചാന്ന് പറഞ്ഞ് അവന് തിരിച്ച് ദേഷ്യം സംസാരിക്കാൻ വരുമ്പം ഇവന്റെ അമ്മയാണ് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റി ഹേയിങ് ഇന്റർവ്യൂവിന് പോയ സ്ഥലത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൻ നൈസിനെ അങ്ങ് വിഷയം മാറ്റും. അതോടെ സുൻഹുയാണ് ദേഷ്യത്തി ഇവരോട് സമ്മാനിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റ് പോകും. അതിനുശേഷം ഹേയിങ്ങും ഇവരോടൊക്കെ സോറി പറഞ്ഞിട്ട് അവനും പുറകെ തന്നെ ചെല്ലും. ഇതേ സമയം ജോജോയുടെ കൂടെ വെഡിങ് അറേഞ്ച്മെന്റ് വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചും അവളുടെ ലവ് അലാറം അടിച്ചില്ല ഇതേപോലെ മരിച്ചു എന്ന് പറയുമ്പം ഇത് കേട്ട ജോജയും മരിക്കുന്ന ഒരിക്കലും സൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഒരേശ ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന ആരിൽ എന്നേലും ലവ് അലാറം അടിപ്പിക്കുന്ന പറയും. ഒരേശ അങ്ങനെ അടിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരാൾ ഇഷ്ടപ്പെടുമ്പം ആ വ്യക്തിയുടെ ഫോണിൽ നമ്മുടെ അലാറം അടിക്കുന്ന തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അവളുടെ കൂട്ടുകാരിയും എനിക്ക് അങ്ങനത്തെ ഫീൽ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം വീണ്ടും ഹെയ്യുങ് പുറത്ത് വെച്ച് ആ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുൻഹയാണ് നിനക്ക് ഇതല്ലാതെ വേറെ പണിയില്ലെന്ന് പറഞ്ഞ് അവന്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി നോക്കും. അതിനുശേഷം അവന്റെ ഡ്രൈവർ അവിടേക്ക് വന്ന ഉടനെ സുൻഹോയും എങ്കിൽ പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇയാളും ഹെയ്യങ്ങിനോട് ഇന്നൊരു കല്യാണത്തിന് വെച്ച് ജോജയെ കണ്ടുമുട്ടി നിറയും. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് അവളെന്ന് റോഡ് വെച്ച് കണ്ട സംഭവങ്ങളെ ഓർത്ത് നോക്കി ഇവൻ അവളുടെ ചിന്തത്തിനായി പോകും. കാരണം ഇവൻ ഇപ്പോഴും അവൾ ഇഷ്ടമുണ്ട്. അതേസമയം അവളാണ് വീട്ടിൽ ഇരുന്നോണ്ട് ലവ് അലാറം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവളെല്ലാരും പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയേക്കും. അങ്ങനെ ഇതിപ്പോ ഭയങ്കര വൈറല. കാരണം ലവ് അലാറം അടിക്കാത്തോണ്ട് മനുഷ്യരൊക്കെ ഒറ്റയ്ക്കായി പോകുന്ന ഇവൾ ആ സൂസൈഡിന് മുമ്പേ തന്നെ പോസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് അവളുടെ ആ പോസ്റ്റ് വൈറലായി. ഇതേസമയം ഇവളിങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ സുൻഹയാണ് അവന്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഡേറ്റ് നിന്നേക്കും. അപ്പോഴാണ് അവളുടെ ഫോൺ എടുത്ത് ഇവന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കത്തില്ല. അതുകൊണ്ട് അവൾക്ക് അധികം ഒരു വിഷമം കാണും. എന്നിട്ട് ന്യൂസിലാണ് ലവ് അലാറം അടിക്കാത്തോണ്ട് മരിച്ചുപോയവരെല്ലാരെയും ജോലി കിട്ടാത്ത വിഷമത്തിൽ മരിച്ചുപോയതാന്ന് പറഞ്ഞ് അവർ കേസ് മൊത്തത്തിൽ അങ്ങ് മാറ്റും. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹെയ്യുങ്ങും ലവ് അലാറം ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്നും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ലെന്ന് വിചാരിച്ച ഗവൺമെന്റ് കേസ് ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞ് അവന് മനസ്സിലാകും. അതിനുശേഷം ഇവിടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സുൻഹുവിന്റെ ഗേൾ ഫ്രണ്ടായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവളാണ് മനഃപൂർവ്വം ഇവന്റെ ലവ് അലാറം അടിപ്പിക്കാൻ വേണ്ടി അവൾ പൈസ മറന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇവന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇവന്റെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നുണ്ട്. അവന് മനസ്സിലായി ഇവൾ സത്യത്തിൽ ഇവന് ഇഷ്ടമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുവാന്ന്. അതുകൊണ്ട് അവനാണ് കാറിൽ കയറിയതിനു ശേഷം നമുക്ക് ലവ് അലാറം ആപ്പ് ഡിലീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. കാരണം ഇവൻ ഇഷ്ടമെന്ന് അവളുടെ ഫോണിൽ അലാറം അടിക്കാത്തോണ്ട് അവൾക്ക് അത് നല്ല വിഷമമായെന്ന് ഇവന് മനസ്സിലായി. പക്ഷെ അവളാണ് അതൊന്നും കുഴപ്പമില്ല സുൻഹയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾക്ക് അത് മതി എന്ന് പറയും. അതുകൊണ്ട് അവന് സന്തോഷത്തി ഇവളെ നല്ല രീതിക്ക് നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് ഇവിടെ ക്രിസ്മസ് ആയിട്ട് ഹെയ്യുങ് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവന്റെ അമ്മയാണ് ചുമ്മാ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാതെ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ട് അത് പുറത്ത് നിന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒന്നില്ലെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവരാണ് ഇവനെ നോക്കിക്കൊള്ളുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിലെ പരീക്ഷ തോറ്റുപോയതുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റാത്ത ജോജോയുടെ കസിനും ഇപ്പൊ ലൈവ് സ്ട്രീം ചെയ്താണ് അവൾ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ ജോജോ അവൾ കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ അവളുടെ കസിനാണ് ദേഷ്യത്തി ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അതിനുശേഷം ഇവളുടെ സിസ്റ്റത്തിനകത്ത് സുൻഹോ ഡേറ്റ് എന്ന പെങ്കൊച്ചിനെ കണ്ടുടനെ ഇവളുടെ കസിനും ഈ ഡുക്ചോ അല്ലേ സുൻഹോയുടെ ഗേൾ ഫ്രണ്ട് എന്ന് അവളും ചോദിക്കും. അപ്പോഴാണ് ജോജയും എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും പുറത്തേക്ക് വന്നിട്ട് അവളുടെ പേര് ഗൂഗിളിനകത്ത് അടിച്ചു നോക്കുമ്പോഴാണ് അവളൊരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആണെന്ന് ഇവൾക്ക് മനസ്സിലാവും. എന്നിട്ട് സുൻഹോ അവളും കൂടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവരിപ്പോ കറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് അവളാണ് എപ്പോഴും പോകുന്ന ക്ലബ്ബിൽ പോയി ഇവൾക്ക് ബോറടിച്ചെന്ന് പറയും. അതുകൊണ്ട് സുൻഹോയും എങ്കിൽ പിന്നെ ഹെയ്യും ആയിട്ട് നമുക്കെല്ലാം വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന പറയുമ്പോൾ ഇവളും ക്രിസ്മസ് ആയിട്ട് എന്തിനാ അവനെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം ലൈബ്രറി വെച്ച് ജോജോ ഹേയിങ്ങിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവളാണ് അവനെ കണ്ടിട്ട് അങ്ങ് തിരിയും. പക്ഷെ അവൻ മനഃപൂർവ്വം ഇവളെ കാണാൻ വേണ്ടി വന്നയാ. അങ്ങനെ അവളും കുറച്ച് സമയം കഴിഞ്ഞ് അവനെ നോക്കുമ്പോഴാണ് അവനാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവൾ സമ്മാനിച്ച് പുറത്തേക്ക് ചെല്ലുമ്പം അവൻ പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് സൈക്കിളായിട്ട് നിൽക്കും. എന്നിട്ട് അവനും ഇവൻ മനഃപൂർവ്വം ഇവളെ കാണാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞ് ഇവന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവള് കുറച്ച് ഞെട്ടിപ്പോയിരിക്കുമ്പം അവനും നമ്മൾ ഇനിയും കുറെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പിന്നെ കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതേസമയം സുൻഹോയും അവളെ വിളിച്ചുകൊണ്ട് വീണ്ടും ആ ക്ലബിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഇവിടെ ലവ് അലാറം കുറെ അടിക്കുന്നവര് മാത്രമേ അകത്തേക്ക് കയറ്റിവിടത്തുള്ളൂ. അതിനുശേഷം അവൻ ഇവളോട് ഇപ്പോ ഹെയ്യങ് ഇന്ന് ലൈബ്രറി പഠിക്കാൻ പോയെന്ന് അവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവൾക്കാണത് ഇഷ്ടപ്പെടാതെ എപ്പോഴും ഇതിന് അവനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് ടോപ്പിക് മാറ്റാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനെല്ലാം പെങ്കൊച്ചിനെ സെറ്റ് ചെയ്താലേ ഇവ അടങ്ങിയിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട ടൈപ്പ് ചെയ്താൻ ചോദിക്കുമ്പോൾ ഇവിടെ ഇവനാണ് ആലോചിച്ച് നോക്കും അവൻ ഇഷ്ടപ്പെട്ട ടൈപ്പ് ജോജോ ആണെന്ന്. അതുകൊണ്ട് അവളെ കുറിച്ച് ഓർത്ത് നോക്കിയിട്ട് ഇവനും ഹെയ്യങ്ങിന് എങ്ങനത്തെ പെണ്ണിനെ ഇഷ്ടമെന്ന് ഇവൻ അറിയത്തില്ലെന്ന് പറയും. അതേസമയം ഇവിടെ അവനാണ്
വീട്ടിൽ ഇരുന്നോണ്ട് ജോജയ്ക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഭയങ്കര ടെൻഷനായിട്ടിരിക്കും. അങ്ങനെ ആദ്യം ഹായ് ഞാനാ ഹേയ് എന്ന് മെസ്സേജ് അയച്ചിട്ട് അവനത് കട്ട് ചെയ്തിട്ട് പുറത്ത് നല്ല തണുപ്പാന്നൊക്കെ പറഞ്ഞ് അവൻ കുറെ ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാന ധൃതിയിൽ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ട് അവനോട് പേടിച്ചിരിക്കുമ്പം ഇവന്റെ അമ്മയെ കണ്ട ഉടനെ അവന് സന്തോഷിച്ച് ഞാൻ കഴിക്കാൻ വരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇവള് ഫോണിൽ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് വന്നേക്കുന്ന ആകെ മെരി ക്രിസ്മസ് ജോജോ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം അവൻ മായിച്ചു കളഞ്ഞ്. അപ്പനാണ് അവിടേക്ക് അവളുടെ കസിനാണ് എന്നിട്ട് എടി എനിക്ക് നാണക്കേട് സഹിക്കാൻ വയ്യ, ഇവിടെ എപ്പോഴും പോസ്റ്റ് ഇടാൻ വരുന്ന ഒരുത്തൻ എന്റെ ഫോണിൽ ലവ് അലാറം അടിപ്പിച്ച് അവന് എന്നെ ഇഷ്ടമെന്നാ തോന്നുന്നത് എന്ന് ഇവള് സഹിക്കാൻ പറ്റാതെ ഇരിക്കുമ്പം ജോജോ ആണ് എങ്കിൽ പിന്നെ ഇവൾക്ക് എങ്ങനത്തെ പയ്യന്മാരെ ഇഷ്ടം ചോദിക്കും. അപ്പനാണ് അവളുടെ കസിനും ഈ ലവ് അലാറം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാ ഇവൾക്ക് ചേരുന്ന ടൈപ്പ് എന്നറിയും. സത്യത്തിൽ ഈ ഡയലോഗ് ആയിട്ട് ചിരിച്ചു പോകും. കാരണം അവനാണ് സ്കൂൾ സമയത്ത് ഫുള്ളും ഇവളുടെ പുറകെ നടന്നത്. പക്ഷെ അവള് മൈൻഡ് പോലും ചെയ്തില്ല. അതിനുശേഷം അടുത്ത ദിവസം സുൻഹോയും ഹെയിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മയാണ് അവനെപ്പോഴും പുറത്തേക്ക് പോയെന്നറിയും. കാരണം ഇവനിപ്പോ നേരത്തെ തന്നെ ജോജയ്ക്ക് വേണ്ടി ലൈബ്രറി സീറ്റ് പിടിക്കാൻ പോയേക്കുക. അതുകൊണ്ട് അവൾ അവിടെ ചെല്ലുമ്പം ഇവന് സീറ്റ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പനാണ് ഇത് കണ്ട് അവളും അവനെ ഫോളോ ചെയ്ത് തന്നിട്ട് ഇവൻ ഇത് എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പനാണ് അവനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിനക്ക് വേണ്ടി ഇവിടേക്ക് വന്ന്, കൂടാതെ ഇന്നലെ മെറി ക്രിസ്മസ് അയച്ചത് ഞാൻ ഇതിന് അവനും പറയുമ്പം അവൾ ഷോക്കായിട്ട് ഇവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവനും ഡയറക്റ്റ് ആയിട്ട് നിനക്കറിയത്തില്ലേ ഞാൻ നിന്നെ വളച്ചെടുക്കാൻ നോക്കുക, ഈ ലോകത്ത് ലവ് അലാറം വരുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ ഒരു പെണ്ണിനെ സെറ്റ് ആക്കുന്നത്. ഇതിന് അവനും പറയുമ്പോ തന്നെ ഇവള് ദേഷ്യത്തെ അവന് ഹേയെന്ന് വിളിക്കും. അപ്പനാണ് അവന് സന്തോഷപ്പെട്ടിട്ട് ആ നിനക്ക് എന്റെ പേര് ഓർമ്മയുണ്ടോ, എങ്കിൽ പിന്നെ ഇനി തൊട്ടെന്നും ഞാൻ ലവ് അലാറം ഇല്ലാതെ നിന്നെ പ്രേമിക്കാൻ പോവാ. ഇനി കമ്പനി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ സമയമുണ്ട്, അതുകൊണ്ട് അതുവരെ നീ എന്നെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് അവനും പറഞ്ഞിട്ട് ഇപ്പൊ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകും. കാരണം ഇവന്റെ അമ്മ പറഞ്ഞൊരു വാക്കാരണ ഇവ വീണ്ടും ഇവളുടെ പുറകെ വന്ന്, അതായത് ഇവന് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും അവനെ സന്തോഷത്തിയാ ചെയ്യാൻ പറഞ്ഞ്. ഇതേ സമയം സുൻഹോയും അവൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹേയിങ്ങിനെ കണ്ടിട്ട് ഇവനിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് എവിടെയൊക്കെ പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ജോജോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞ് ഇവനോട് സത്യം പറയുമ്പം ഇത് കേട്ട് സുൻഹോയാണ് ദേഷ്യത്തി അവളെന്നെ ദ്രോഹിച്ച കാര്യമൊക്കെ മറന്നിട്ട് നീ വീണ്ടും അവളുടെ പുറകെ പോകണമെന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ ഇവൻ പറഞ്ഞിട്ട് സുൻഹോയും അവൻ പഴയതൊക്കെ ഓർത്ത് വെക്കും. അതായത് ആ ആക്സിഡന്റിന് ശേഷം ഇവൻ അവളുടെ പുറകെ ചെന്നപ്പോൾ അവന്റെ ഫോണിലാണ് ലവ് അലാറം അടിച്ചു കാണത്തില്ല. അതുകൊണ്ട് അവനും എന്നോടുള്ള ഇഷ്ടം അതിനു മുമ്പ് പോയാന്ന് പറഞ്ഞ് ഇവളെ കുറെ ചോദ്യം ചെയ്താണ്. പക്ഷെ അവളാണ് ഇവൻ ഇഷ്ടമല്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ അന്ന് ആ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്തോണ്ട. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത സുൻഹോയും ഇപ്പൊ അവളെ ഓർത്ത് ദേഷ്യത്തിരിക്കും. അതേസമയം ജോജോ ഇപ്പോഴും ഏയും പറഞ്ഞ കാലിച്ച് നോക്കിയിട്ട് അവളെ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നത്. അതുകൊണ്ട് അവളും അവൻ വല്ല അടുത്തിരിപ്പണെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ഇവളുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ സുൻഹോ വരും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഷോക്കായിരിക്കുമ്പോൾ ഇവനാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇനി മേലെ ഹേയിന്റെ പുറയൊന്നും പോലെന്നറിയും. അതുകൊണ്ട് ഇവനെ പോലെ തന്നെ അവന് വേദനിക്കാൻ ഇവന് താല്പര്യമില്ലെന്ന് അറിയുമ്പോൾ ജോജോ അപ്സെറ്റ് ആയിട്ട് അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും നീയല്ലേ എന്നെ ചതിച്ചേ, നമ്മൾ തമ്മിൽ എന്തിനാ ബ്രേക്കപ്പ് ചെയ്തെന്ന് നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ വിഷമിച്ച് അവിടെ നിൽക്കും. അപ്പോഴാണ് അവനും ഇപ്പോഴും നീ പഴയതുപോലെ തന്നെയാ, എന്നോടൊന്നും പറയുന്നില്ല, ഞാൻ നിന്നെ എന്തോ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് ഞാൻ കുറെ വട്ടം ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്ലീസ് നീ ഹേയിങ്ങിനെ എന്റെ അവസ്ഥയിലേക്ക് മാറ്റല്, അവന്റെ അടുത്ത് നിന്ന് മാറിയെന്നോ എന്നിന് അവന് വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ജോജോ എപ്പോഴും അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവന്റെ വീട്ടിന്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഒരു തവണ പോലും ഇവൾക്ക് കാണാൻ പറ്റി കാണത്തില്ല. അതുകൊണ്ട് ഇവൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഹേയും കാണാൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവന് ചാൻസ് കിട്ടുമ്പോൾ സുൻഹയോട് ഇവൾ വന്ന കാര്യമൊക്കെ അവനോട് പറയാന്നറിയും. അതിനുശേഷം അവളുടെ ബസ് വന്ന ഉടനെ ഇവള് സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവള് ബസ്സിൽ കയറി പോകും. അങ്ങനെ അതിനുശേഷം ഇവളും ജോലിക്ക് പോകുമ്പോഴാണ് 2-3 ദിവസം ഇവൾ ഇങ്ങോട്ടേക്ക് വരാത്തോണ്ട് ഇവളെ ജോലിന്ന് പുറത്താക്കി. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഞാൻ ഇനി ഇതുപോലെ ലീവ് എടുക്കത്തില്ല സാറെന്ന് പറഞ്ഞ് അവൾ കുറെ സോറി പറഞ്ഞു നോക്കുമ്പോൾ അങ്ങേരാണെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കും. അതുകൊണ്ട് സുൻഹോടെ പുറകെ പോയതുകൊണ്ട് ഇവളിപ്പോ ജോലിയില്ലാതെ അവസ്ഥപ്പെടുക. അങ്ങനെ ആ വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി സുൻഹോ ഒടിഞ്ഞ കൈയായിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തെ അടുത്തേക്ക് ചെന്നിട്ട് ഇവനിപ്പോ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ എനിക്കൊന്നും കുഴപ്പമില്ല, ഇത്ര സമയം ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു പറഞ്ഞ് നാളെ തൊട്ട് എന്നെ സ്കൂളിൽ വരാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞ് ഇവനിപ്പോ വീട്ടിലേക്ക് ചെല്ലാൻ പറയുമ്പോൾ ഇത് കേട്ട അവനും അതൊന്നും പറ്റത്തില്ല, എനിക്ക് നിന്നെ ഇനി കുറെ സമയം കാണണമെന്ന് പറഞ്ഞ് അവളെ വെയിറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം അവള് നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുമ്പോൾ അവൾ അവിടുന്ന് ഐ ലവ് യു സുൻഹോ എന്ന് പറഞ്ഞ് വിളിച്ചു പോകും. അതുകൊണ്ട് അവന് സന്തോഷത്തിൽ ഇവൾക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് മനസ്സിൽ വിചാരിക്കുന്നത് ഇനി എല്ലാരും പറയുന്ന പോലെ ഇവളുടെ കൂടെ അവൻ കാണുവാണ്, പിന്നെ അവളുടെ അച്ഛനമ്മ പോലെ മരിച്ചോ എന്ന് പേടിച്ച് അവൾ ഇവന്റെ അടുത്ത് മാറി നിൽക്കാൻ തീരുമാനിക്കും. അത് അവളുടെ ഒരു വലിയ പേടിയായതുകൊണ്ട്. അതുകൊണ്ട് അവൾ അവന് പോകുന്ന നോക്കി ഇപ്പൊ മനസ്സിൽ സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവളുടെ ഫോൺ എടുത്ത്
ഗു അയച്ചെന്ന പ്രൊട്ടക്ഷൻ ഇവൾ ഓൺ ചെയ്യാൻ തീരുമാനിക്കും. കാരണം ഇനി ഇവള് സുൻഹോടെ പുറകെ പോവാണ്. അവൻ ഈ ആക്സിഡന്റിനെക്കാളും ഡേഞ്ചർ ആയിട്ടെല്ലാം സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അവളെല്ലാം നിർത്താൻ തീരുമാനിച്ച്. അതുകൊണ്ട് അവളിപ്പോ സെറ്റിംഗ്സ് ഓൺ ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു വാർണിംഗ് ഇട്ടേക്കും, ഇവൾ ഈ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത പിന്നെ ഇവൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത് അവരുടെ ഫോണിൽ അലാറം അടിക്കത്തില്ലെന്ന്. കൂടാതെ ഇവൾ ഇത് ഓൺ ആക്കിയ പിന്നെ ഈ ലവ് അലാറം ഉണ്ടാക്കിയ ഗുവിനെ കൊണ്ട് മാത്രമേ ആ പ്രൊട്ടക്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതെല്ലാം വായിച്ചു നോക്കി അവൾ അവസാനം ഓക്കെ കൊടുത്ത് ഇവളുടെ ലവ് അലാറം മാപ്പിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുകൊണ്ട് ഇനി തൊട്ട് ഇവൾക്കാരിൽ ഇഷ്ടമാണെങ്കിൽ പോലും അവരുടെ ഫോണിൽ ലവ് അലാറം അടിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളാണെ കരഞ്ഞോണ്ട് ഇനി തൊട്ട് ഇവള് കാരണം സുൻഹയ്ക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് നകന്നു പോകാൻ തീരുമാനിച്ച്. അങ്ങനെ ജീവിതകാലം ഫുള്ളും ഒറ്റയ്ക്ക് ജീവിക്കണം എന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഗുവിനെ കാണിക്കുക. അവനാണ് അവളുടെ കസിൻ ഒട്ടും മറക്കാൻ പറ്റാത്തോണ്ട് അവനിപ്പോ മരിക്കാൻ തീരുമാനിച്ച്. അതുകൊണ്ട് അവൻ അവസാനമായിട്ട് ഇവരുടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ കണ്ടിട്ട് അവന് മനസ്സിലാതെ അതിപ്പോ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം അവനും അവസാന വിഷമത്തോടെ തന്നെ ആ ബിൽഡിങ്ങിന് താഴേക്ക് വീണ് സൂസൈഡ് ചെയ്ത് മരിച്ചു. അങ്ങനെ ഈ ഒരു വിഷമമായിട്ടുള്ള സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്ത് കാണാം. സോ ഡ്രാമ ഇഷ്ടപ്പെട്ടതെല്ലാം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. 'Cause nobody wins these waiting games. You're pushing your